ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. നമ്മള് മൾട്ടിപ്പിൾ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ ആണ് ചെയ്യാൻ പോകുന്നത്. CH3 CH2 C ഡബിൾ ബോണ്ടോ CH2 CH2 CHO. ഓക്കെ, ഞാൻ ഓരോരുത്തരും ചോദിച്ചു പോവാം. സൂര്യഗായത്രി ഉണ്ടോ ഇവിടെ? സൂര്യഗായത്രി. ഓക്കെ, ഇവിടെ ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പാ സൂര്യഗായത്രി? ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പാ ഉള്ളത് ഇവിടെ? കീറ്റോണും പിന്നെ ആൽഡിഹൈഡും. ഓക്കെ, അപ്പം കീറ്റോണും ആൽഡിഹൈഡും ഇതിനകത്ത് ആർക്കാ പ്രിഫറൻസ് ഓർഡർ വെച്ചിട്ട്? കേട്ടില്ല. ആൽഡിഹൈഡ്. ആൽഡിഹൈഡിന് പ്രിഫറൻസ്. അപ്പൊ ആൽഡിഹൈഡ് പ്രിഫറൻസ് ആണെങ്കിൽ ആൽഡിഹൈഡ് മെയിൻ ഗ്രൂപ്പും കീറ്റോൺ എന്തായിട്ട് മാറും? കീറ്റോൺ എന്തായിട്ട് മാറും? നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ പ്രിഫറൻഷ്യൽ ഓർഡർ വെച്ചിട്ട് ഒരെണ്ണത്തിനെ മെയിൻ ഗ്രൂപ്പ് ആയിട്ടും ഒരെണ്ണത്തിനെ ബ്രാഞ്ച് ആയിട്ടും എടുക്കും. അപ്പൊ ഇവിടെ മെയിൻ ഗ്രൂപ്പ് CHOയും കീറ്റോൺ ബ്രാഞ്ച് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബ്രാഞ്ച് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ വരും, അവരുടെ പേരും ഡിഫറെന്റ് ആണ്. സഫിക്സ് ആയിട്ട് എഴുതുന്ന സമയത്ത് അവന്റെ പേര് ONE എന്നാണ് എഴുതിയെങ്കിൽ അവൻ ബ്രാഞ്ച് ആയിട്ട് വരുമ്പോൾ അവനെ ഓക്സോ എന്ന് ചേർത്താണ് എഴുതുന്നത്. ശരിയല്ലേ? ആണോ നമ്മുടെ? ഓക്കെ, അപ്പം നമ്പർ ചെയ്യുമ്പോഴും ഇവിടെ പ്രിഫറൻസ് ആർക്ക് അവിടെ നിന്ന് വേണം നമ്പർ ചെയ്യാൻ. ഇവിടെ പ്രിഫറൻസ് ആർക്കാ? നമ്മുടെ CHOയ്ക്ക്. അപ്പൊ ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ, ഇത് ഫോർത്ത് കാർബൺ, ഇത് ഫിഫ്ത്ത് കാർബൺ, ഇത് സിക്സ്ത് കാർബൺ. എന്നിട്ട് ബ്രാഞ്ച് ആയിട്ടുള്ളവനെ ഫസ്റ്റ് നെയിം ചെയ്യും. അപ്പം ബ്രാഞ്ച് ആയിട്ടുള്ളത് ഇവിടെ CO ആണ്. COനെ ബ്രാഞ്ച് ആയിട്ട് എഴുതുന്ന സമയത്ത് ഓക്സോ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? അപ്പം 4 ഓക്സോ. പിന്നെ 6 കാർബൺ എന്ന് പറയുമ്പോഴത്തേക്കും ഹെക്സൻ. സിംഗിൾ ബോണ്ട് ആണ് എല്ലാം. ഹെക്സൻ ആൽഡിഹൈഡ് ആണ് മെയിൻ ഗ്രൂപ്പ്. അവസാനം അവന്റെ പേര് എഴുതുന്നത് 4 ഓക്സോ ഹെക്സനാൽ. അപ്പം ഇത് മനസ്സിലാക്കേണ്ടത്, രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ ഇതിനകത്ത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ പ്രൈമറി ആയിട്ടും മറ്റേതിനെ സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ടും എടുക്കും. അപ്പൊ ഇവിടെ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഒരെണ്ണം CHOയും ഒരെണ്ണം COയും ആണ്. അപ്പം ആ CHOനെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടും മറ്റേനെ ബ്രാഞ്ച് ആയിട്ടും ട്രീറ്റ് ചെയ്യും. ബ്രാഞ്ച് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവനെ ഫ്രണ്ടിൽ എഴുതും. CO ആണ് ഇവിടെ ഫ്രണ്ടിൽ എഴുതുന്നത്. COനെ സാധാരണ ബാക്കിൽ എഴുതുന്ന സമയത്ത് ONE എന്നാണ് എഴുതുന്നത്. പക്ഷെ ഇവിടെ സഫിക്സ് ആയിട്ട് എഴുതുന്ന സമയത്ത് ഓക്സോ എന്നാണ് അവന്റെ പേര്. നാലാമത്തെ കാർബണിൽ ഓക്സോ വരുന്നു. 4 ഓക്സോ ഹെക്സനാൽ എന്നാണ് അവന്റെ പേര്. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. അതേപോലെ തന്നെ CH3 അടുത്തത് CH സിംഗിൾ ബോണ്ട് CH2 COOH. പാർവണ ഇതിന്റെ ആൻസർ ഒന്ന് പറയാൻ ശ്രമിച്ചേ പെട്ടെന്നാട്ടെ. സമയം കളയല്ലേ. പറയാം സർ. Sir, 3 amino 1. correct. 3 amino 1 അല്ല, 3 amino. ഓക്കെ, ഇതിനകത്ത് ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞേ? Sir, oic acid. ഓയിക് ആസിഡ്, അതായത് കാർബോക്സിലിക് ആസിഡ്. പിന്നെ NH2 അമിനോ ഗ്രൂപ്പ് ആണോ? ഓക്കെ, അപ്പൊ ഇതിനകത്ത് മെയിൻ ഗ്രൂപ്പ് ഏതാ? പ്രിൻസിപ്പൽ ഗ്രൂപ്പ് ഏതാ? COH. അപ്പൊ നമ്പർ ചെയ്യുമ്പോ എവിടെ നമ്പർ ചെയ്യണം? COH. 1 2 3 4. ഓക്കെ, ഇനി അപ്പൊ ഇവിടെ രണ്ടാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള NH2 അമീൻ ഗ്രൂപ്പ് ആണ്. അമീൻ ഗ്രൂപ്പിനെ ഫ്രണ്ടിൽ എഴുതുമ്പോൾ അവന്റെ പേരെന്താ? 3 amino. 3 അമിനോ. വെരി ഗുഡ്. 3 അമിനോ. ഇനി അടുത്തത് എത്ര കാർബൺ ഉണ്ട്? 4. പേരെന്താ? അപ്പം 4 കാർബൺ
ഇപ്പോഴാണ് ബ്യൂട്ട് ബ്യൂട്ട്. ബ്യൂട്ടേൻ ആ എല്ലാം കാർബണിന്റെ ഇടയ്ക്ക് എല്ലാം ബോണ്ട് എന്താ? സിംഗിൾ ബോണ്ട് അപ്പൊ ബ്യൂട്ട് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ബ്യൂട്ടേൻ ബ്യൂട്ടൻ ഈ എഴുതണോ? ബ്യൂട്ടേൻ ബ്യൂട്ടനോയിക് ആസിഡ് ബ്യൂട്ടനോയിക് ആസിഡ്. ഈ കട്ട് ചെയ്യുക, എന്നിട്ട് ഓയിക് ആസിഡ് എന്നങ്ങ് എഴുതുക അല്ലേ? അങ്ങനല്ലേ? യെസ് സർ. ബാക്കി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് 3 ഫങ്ഷണൽ ഗ്രൂപ്പ് വരാം. നിങ്ങൾ എങ്ങനെ നെയിം ചെയ്യുമെന്ന് ചോദിക്കും. CH3 CH2 CH CH2 C ഡബിൾ ബോണ്ടോ CH2 COOH ഇവിടെ ഒരു Cl. ഇതൊന്ന് നെയിം ചെയ്യുന്നത് ജ്യോതിസ് ഒന്ന് നെയിം ചെയ്തേ. ഇതിനകത്ത് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ ജ്യോതിസേ? ഇതിനകത്ത് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ ജ്യോതിസേ? പറഞ്ഞോ. എനിക്കറിയത്തില്ല. കേട്ടില്ല. അറിയില്ല. അല്ല, കഴിഞ്ഞ ദിവസത്തെ അത് നോക്കിയേ. ഓർഡർ തന്നിട്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ നോട്ടിനകത്ത്? കഴിഞ്ഞ ദിവസം കയറിയില്ലേ? പറഞ്ഞ അതിനകത്തെ ഓർഡർ അനുസരിച്ച് അതിനകത്ത് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ആർക്കാ? പറഞ്ഞവനെ. ഇല്ല സാർ, എന്റെ നോട്ട്സ് ഞങ്ങൾ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. ക്ലാസ്സിൽ ഇല്ലായിരുന്നോ? ക്ലാസ്സിൽ ഇല്ല ഇല്ല. കുഴപ്പമില്ല. അപ്പം അത് ആ വീഡിയോ കണ്ട് ആ നോട്ട് കൃത്യമായിട്ട് എഴുതി എടുക്കണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും കേട്ടോ. ശരി സാർ. ഓക്കെ. അപ്പം ഇവിടെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ COH ആണ്. ഇവിടെ ഇതും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പായി കീറ്റോൺ ആണ്. കീറ്റോണും COHലും ഏറ്റവും മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് എടുക്കുന്നത് COHനെയാണ്. ഇതിനെ ബ്രാഞ്ച് ആയിട്ട് എടുക്കുന്നത്. ഇതും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്, അതിനെ ബ്രാഞ്ച് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഫസ്റ്റ് കാർബൺ എടുക്കാം, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത്, ഇത് സിക്സ്ത്, ഇത് സെവൻത്, ഇങ്ങനെ നെയിം നമ്പർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നെയിം ചെയ്യുന്ന സമയത്ത് എന്താ നമുക്കിവിടെ കീറ്റോണിനെ ബ്രാഞ്ച് ആയതുകൊണ്ട് കീറ്റോണിനെ ഫ്രണ്ടിലാണ്, ഓൾറെഡി ക്ലോറിനെ ഫ്രണ്ടിൽ തന്നെ എഴുതുന്നത് ഇല്ലേ? അപ്പം കീറ്റോണിനെ ഫ്രണ്ടിൽ എഴുതുന്ന സമയത്ത് ഓക്സോ എന്നാണ് അവന്റെ പേര് എഴുതുന്നത് കേട്ടോ. കീറ്റോണിനെ സഫിക്സ് ആയിട്ട് എഴുതുമ്പോൾ ഓക്സോ എന്നായിരിക്കും അവന്റെ പേര്. മൂന്നാമത്തേതിൽ ഓക്സോ എന്ന് വരുന്നു. അപ്പം ഓയും നമുക്ക് എന്താണ് കീറ്റോണും ഉണ്ട് ക്ലോറിനും ഉണ്ട്. അപ്പം C ആണോ O ആണോ ആദ്യം മുമ്പിൽ നോക്കി കഴിഞ്ഞാൽ C ആയിരിക്കും മുമ്പിൽ. അപ്പൊ ക്ലോറിനെയാണ് ആൽഫബറ്റ് ഓർഡറിൽ ഏറ്റവും ഫ്രണ്ടിൽ എഴുതേണ്ടത്. അപ്പൊ 5 ക്ലോറോ 3 ഓക്സോ 7 ഉണ്ട് ഹെപ്റ്റനോയിക് ആസിഡ്. ഹെപ്റ്റനോയിക് ആസിഡ് മനസ്സിലായോ ജോസെ? ശരി സാർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അടുത്തൊരു മോഡലാണ് പറയുന്നത്. അടുത്തെന്ന് പറയുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് ഹെഡിങ് എഴുതുക. ഓർഗാനിക് കോമ്പൗണ്ട് having more than one similar functional group. Similar functional group. സിമിലർ ഫങ്ഷണൽ ഗ്രൂപ്പ്, അതായത് ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നെയിം ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പം ഇത് നോക്കിയോ. ഇപ്പം ഒരു CH3CH3യുടെ സ്ട്രക്ചറൽ ഫോർമുല തന്നിരിക്കാം. H. സാധാരണ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ OH വരുവാന്ന് വിചാരിച്ചു. OH ഇവിടെ. അപ്പോൾ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ ഇതും മാറ്റിയിട്ട് ഇവിടെ OH വരുവാണെങ്കിലോ, കണ്ടോ ഇതിപ്പോ മൾട്ടിപ്പിൾ ഫങ്ഷൻ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്, ഒന്നിൽ കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവനെ എങ്ങനെ നെയിം ചെയ്യും? ഇവനെ നെയിം ചെയ്യേണ്ടത് ഇവന്റെ കംപ്ലീറ്റ് നെയിം ആദ്യം എഴുതുക, ഈഥെയ്ൻ. എന്നിട്ട് ഈഥെയ്ൻ എഴുതിയിട്ട് അടുത്ത എഴുതുന്നത് ഈഥെയ്ൻ എഴുതിയിട്ട് 1 2
ഡൈ ഓൾ എന്ന് വരും. ഈഥെയ്ൻ 1,2 ഡൈ ഓൾ എന്ന് വരും. നമുക്കറിയാം പേരിന്റെ അവസാനം ആൽക്കഹോൾ ആയതുകൊണ്ട് ഓൾ ആണ് ചേർക്കേണ്ടത്. രണ്ടെണ്ണം ഡൈ 1,2 ഇത് 1 2 കണ്ടോ, ഇതെങ്ങനെയായിരിക്കും നെയിം ചെയ്യുക? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം. ഇവന്റെ വേറൊരു പേരുണ്ട്. ഇവന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ഞാൻ പറഞ്ഞല്ലോ. ചില ആൾക്കാരുടെ നമ്മുടെയൊക്കെ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമുക്ക് വീട്ടിൽ വിളിക്കുന്ന ഒരു പേരും ഉണ്ടാവും, ഒഫീഷ്യൽ നെയിം കാണും. എന്നാൽ വീട്ടിൽ വിളിക്കുന്ന പേര് എല്ലാവർക്കും അറിയുന്ന പേരായിരിക്കണം നിർബന്ധമില്ല. എന്നാൽ ഒഫീഷ്യൽ നെയിം ഈ പറഞ്ഞ നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ പോകുന്നതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ ഒഫീഷ്യൽ നെയിമാണ് എല്ലാവർക്കും അറിയാം, വീട്ടിൽ വിളിക്കുന്ന പേര് അറിയില്ല. പക്ഷെ പണ്ടൊക്കെ നേരെ തിരിച്ചായിരുന്നു, ഒഫീഷ്യൽ നെയിം ആർക്കും അറിയത്തില്ല, വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു എല്ലാവർക്കും അറിയാവുന്നത്. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ ഇത് അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നെയിം ചെയ്യുന്ന സമയത്ത് അതിനൊരു കോമൺ നെയിം ഉണ്ട്, പിന്നെ IUPAC നെയിം, അതിന്റെ ഒഫീഷ്യൽ നെയിം ഉണ്ട്. അപ്പൊ ഇത് IUPAC നെയിമാണ്, ഈഥെയ്ൻ 1,2 ഡയോൾ. അതിന്റെ കോമൺ നെയിം, അതായത് നമ്മുടെ ഭാഷ പറയുകയാണെങ്കിൽ വീട്ടിൽ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഥിലീൻ ഗ്ലൈക്കോൾ എന്നാണ്. എഥിലീൻ ഗ്ലൈക്കോൾ. അതേപോലെ അടുത്തൊരു കോമ്പൗണ്ട് 3 കാർബൺ തരികയാണ്, പ്രൊപ്പൈന്റെ ഒരു ഡെറിവേറ്റീവ് ആണെന്ന് വിചാരിച്ചു. H. ഇതിൽ 3 എണ്ണവും OH വരുവാണെങ്കിൽ ഇവന്റെ പേര് എന്ത് വരും? ഇവന്റെ പേര് ഒന്നുമില്ല, കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. പ്രൊപ്പൈൻ 1,2,3 ട്രൈഓൾ. പ്രൊപ്പൈൻ 1, 2, 3 ട്രൈഓൾ. ഇവന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. ഇവന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ഗ്ലിസറോൾ. അടുത്തത് CHO ഇങ്ങനെ വരികയാണ്, 2 CHO വരികയാണ്. അപ്പൊ എന്താണെന്നറിയാമോ, 2 കാർബൺ വരുമ്പോൾ ഉറപ്പായിട്ടും അത് ഈതാണ് ഇല്ലേ? ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈഥെയ്ൻ, ഞാൻ പറഞ്ഞു ഇങ്ങനെ വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ആ ഹൈഡ്രോ കാർബണിന്റെ നെയിം കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. എന്നിട്ട് എപ്പോഴും വേറൊരു കാര്യം കൂടെ ആലോചിക്കണേ, ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒരു ആൽഫബറ്റും ഒരു നമ്പറും തമ്മിൽ ഒരു ഹൈഫൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഹൈഫൻ, ഇവിടെ ഒരു ഹൈഫൻ, അതാണ് നിയമം, IUPAC നിയമം. IUPAC കൺസെപ്റ്റിന്റെ റൂൾ അങ്ങനെയാണ്. ഒരു ആൽഫബറ്റും ഒരു നമ്പറും വരുന്നിടത്ത് ഒരു ഹൈഫൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യണമെന്നൊരു നിയമമുണ്ട്. അപ്പൊ ഈഥെയ്ൻ ഇവിടെ 1,2 ഡൈ ആൽ. കണ്ടോ, ഇത് ആൽഡിഹൈഡ് ആയതുകൊണ്ട് തന്നെ ആലാണ് വരുന്നത്, ഡൈആൽ. ഇവന്റെ കോമൺ നെയിം എന്ന് പറഞ്ഞാൽ ഗ്ലൈഓക്സൽ. ഇവന്റെ പേരാണ് ഗ്ലൈഓക്സൽ. പഠിച്ചു വെച്ചോണം, ചിലതിന്റെ കോമൺ നെയിം പഠിച്ചു വെച്ചേക്കണം. അതേപോലെ COOH 2 എണ്ണം വന്നാലോ, ഇങ്ങനെ ബോണ്ട് 2 എണ്ണം എന്ന് പറയുമ്പോൾ സെയിം മോളിക്യൂൾ 2 എണ്ണം. അപ്പൊ എന്തായാലും 2 എണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ഈഥെയ്ൻ തന്നെ എഴുതുക. എന്നിട്ട് 1, 2 ഡൈഓയിക് ആസിഡ്. ഇവന്റെ പേരാണ് ഓക്സാലിക് ആസിഡ്, C2O4H2 ഓക്സാലിക് ആസിഡ്. ചിലപ്പം ഇവനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എല്ലാവരും തരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ചിലപ്പോൾ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി C ഡബിൾ ബോണ്ട് OH, C ഡബിൾ ബോണ്ട് OH, കണ്ടോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും തരുന്നത്. ഇത് ശരിക്കും COOH ഉം ഇതും COOH ഉം ആണ്, ഇത് തന്നെയാണ് ഈ സാധനം. പക്ഷെ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചോദിക്കും, ഓർത്തോണം. അതേപോലെ ആൽഡിഹൈഡ് അങ്ങനെ തിരിച്ചു വേണേൽ ചോദിക്കാം, C ഡബിൾ ബോണ്ട് H, അടുത്ത് ഇവിടെ വന്നിട്ട് C ഡബിൾ ബോണ്ട് H, കണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇതും CHO തന്നെയാണ്, CHO തന്നെയാണ്. അറിയാത്തവരും നേരത്തെ എഴുതാനുണ്ടെങ്കിൽ അതും ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാനത് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ നെയിമിംഗ് ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായി? ഇത് പഠിച്ചാൽ മതി, ഇത് തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്.
CH3 C ഡബിൾ ബോണ്ടോ CH2 C ഡബിൾ ബോണ്ടോ CH3 കണ്ടോ, ഇതിപ്പോ രണ്ട് കീറ്റോൺ വരുന്ന ആളായി. അപ്പോൾ നെയിമിങ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പേര് എഴുതുക. 1 2 3 4 5 പെൻറ്റെയിൻ 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 1 1 2 3 4 ഒന്നാമത്തെ നാലാമത്തെ പെൻറ്റെയിൻ 1,4 ഡൈ ഓൺ എന്ന് വരും. നമുക്ക് കീറ്റോണിന്റെ അവസാനം ONE അല്ലേ എഴുതുക, അല്ല 2,4 ആണ്, 1,4 അല്ല 2,4 ആണ്. ഇനി രണ്ട് ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് നോക്കാം. രണ്ട് ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ നോക്കിക്കോളൂ, അതിന്റെ നമ്പറിങ്ങിനൊക്കെ ഒരു പ്രസക്തി ഉണ്ട്, അതൊക്കെ നോക്കിക്കോണം. CH3 അല്ല CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 കണ്ടോ, ഇവിടെ രണ്ട് ഡബിൾ ബോണ്ട് വന്നു. അപ്പൊ നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും എണ്ണാം. ഈ രണ്ട് ഡബിൾ ബോണ്ട് മാത്രം ഉള്ളെങ്കിൽ ഡബിൾ ബോണ്ട് പ്രിഫറൻസ് കൊടുത്ത് നമ്പർ ചെയ്യാം. നമുക്ക് ഇവിടുന്ന് എണ്ണിയാലും ഒന്നാമത്തേലാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണിയാലും ഒന്നാമത്തേലാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതിയാലും ഒന്നാമത്തേലാണ് ഡബിൾ ബോണ്ട്. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും എണ്ണാം. അപ്പൊ നിങ്ങൾ ഇതിനെ എഴുതുമ്പോഴും തൊട്ട് മുകളിൽ എഴുതിയ പോലെ തന്നെ പേര് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. എന്താ 1 2 3 4 ബ്യൂട്ട കംപ്ലീറ്റ് ആയിട്ട് എഴുതില്ല, ബ്യൂട്ട. പിന്നെ ഈനാണ് വരേണ്ടത്. എത്രാമത്തെ പൊസിഷനിലുവാ 1 2 3 അപ്പൊ ഒന്നാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലുമാണ് എന്ത് വന്നിരിക്കുന്നത്, ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പം ബ്യൂട്ട -13 ഡൈ 13 അല്ല 13 ഡൈ ഈൻ എന്ന് വരും. ഡൈ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അതേപോലെ ട്രിപ്പിൾ ബോണ്ട് വരുന്നത് CH ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് CH. ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ നിന്നുമ്പോഴും ട്രിപ്പിൾ ബോണ്ടിന് ഫസ്റ്റ് നമ്പർ ആയിട്ട് അപ്പൊ ഇതുവഴി വേണേൽ എണ്ണാൻ തുടങ്ങാം. അപ്പൊ ഞാൻ 1 2 3 4 5 ഇങ്ങനെ എണ്ണുകയാണ്. അങ്ങനെയാണെങ്കിൽ പെൻഡ് 5 എണ്ണം ഉണ്ട്. പെൻഡ് ഹൈഫൻ ഒന്നാമത്തേതിലും നാലാമത്തേതിലുമാണ് 1 2 3 4. അപ്പം 4 കഴിഞ്ഞിട്ട് ആ ബോണ്ട് എന്നുള്ളതുകൊണ്ടാണ് അങ്ങോട്ട് ഇടുമ്പോൾ നാലാമത്തേതിൽ എടുക്കുന്നത് കേട്ടോ. 1,4 ഡൈ ഐ എന്ന് വരും. ഡൈ ഐ. ഇത് പെൻഡാന്നാക്കണേ, മറ്റേ ബ്യൂട്ട ആണെങ്കിൽ ഇത് പെൻഡ ആണ്. പെൻഡ 1,4 ഡൈ ആണ്. ഇനി നോക്കി ഒരു ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും കൂടെ വരികയാണ്. ഇങ്ങനെ വരികയാണ്. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടുന്ന് എണ്ണാൻ തുടങ്ങും? സൂര്യഗായത്രി എന്ന് പറയാമോ? എവിടുന്ന് എണ്ണാം? ലെഫ്റ്റിൽ നിന്നോ റൈറ്റിൽ നിന്നോ? അല്ല, നമ്മൾ ഒരു ഓർഡർ പഠിപ്പിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ആ ഓർഡറിനകത്ത് ട്രിപ്പിൾ ബോണ്ട് ആണോ ആദ്യം വരുന്നത്, ഡബിൾ ബോണ്ട് ആണോ ആദ്യം വരുന്നത് നോക്കി. നമ്മൾ മറ്റേ COH ഒക്കെ ഓർഡർ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചായിരുന്നു. ആദ്യം ഏത് ബോണ്ടാ വരുന്നത്? പ്രിഫറൻസ് ആർക്കായിരിക്കും നോക്കി. ഡബിൾ ബോണ്ട്. അപ്പൊ ഡബിൾ ബോണ്ടിന് പ്രിഫറൻസ് ഉള്ളപ്പോൾ ഡബിൾ ബോണ്ടിന് ഫസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ എണ്ണാൻ തുടങ്ങാം. 1 2 3 4 5. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതെന്താ 1 2 3 4 5. അപ്പൊ പെൻഡ് ആണ്. പെൻഡ്. ഓക്കെ, പെൻഡ് ആണെന്ന് എഴുതാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, നമ്മൾ ആദ്യം ഡബിൾ ബോണ്ടിനെയാണ് എഴുതേണ്ടത്, ശരിയല്ലേ? ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാമത്തെ അല്ല, പെൻഡ് 1 N എന്ന് എഴുതാം. N ഈനെന്ന് എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താ? ഈനെന്ന് എഴുതാൻ പറ്റത്തില്ല. അടുത്തത് വീണ്ടും ട്രിപ്പിൾ ബോണ്ടിനെ കൂടെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. എന്നിട്ട് വീണ്ടും ഒരു ഐക്കൺ ഇട്ടു. നാലാമത്തെ ട്രിപ്പിൾ ബോണ്ട് 4 I. കണ്ടോ, ഇങ്ങനെയാണ് എഴുതുന്നത്. പെൻഡ് 1 N 4 I. ഇതാണ് അതിന്റെ ഫോർമുല.
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഈ 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. അടുത്ത 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്, നോക്കിക്കോളൂ. 1 2 3 4 5 6 7 8 8. അതില് 1 2 3 3-ല് ഒരു OH ഇടുകയാണ്. അതേപോലെ 4-മത്തേത് ഇങ്ങനെ ഇടുവാൻ മാത്രമേ ഉള്ളൂ. ഇതും ഹോംവർക്കാണ്. വേറെ നമ്മുടെ ഹോംവർക്ക് തരാം. 1 2 3 4 5 6. ഓക്കെ, ഇവിടെ ഡബിൾ ബോണ്ട് O വന്നിട്ടുണ്ട്. ഇവിടെ OH ഇവിടെ OH ഡബിൾ ബോണ്ട്. ഇത് രണ്ടിനെയും ഇത് മസ്റ്റ് ആയിട്ട് ഞാൻ അടുത്ത ദിവസം ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതെനിക്ക് നിങ്ങൾ ട്രൈ ചെയ്യണം. ഇത് രണ്ടും നിങ്ങൾ തെറ്റിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ചെയ്യണമെന്നുള്ളത്. അതേപോലെ തന്നെ ഇതും ഹോംവർക്കാണ്. CH ട്രിപ്പിൾ ബോണ്ട്, C സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH. ഇതും ഹോംവർക്ക്. ഇത് ഹോംവർക്കാണ്. ഇനി അടുത്ത ഹെഡിങ് എഴുതാം. നെയിമിംഗ് ഓഫ് ബെൻസീൻ കോമ്പൗണ്ട്. ഞാൻ കുറച്ച് ആൾക്കാരുടെ നെയിം ഞാൻ തന്നിട്ടുണ്ടായിരുന്നു ബെൻസീൻ കോമ്പൗണ്ടിന്റെ. പക്ഷെ ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. നെയിമിംഗ് ഓഫ് ബെൻസീൻ കോമ്പൗണ്ട്. ഓക്കെ, ഈ ഒരു ബെൻസീൻ കോമ്പൗണ്ടിനെയാണ് നെയിം ചെയ്തേ CL കണ്ടോ, ഇങ്ങനെ വന്നിരിക്കുക. എങ്ങനെ നെയിം ചെയ്യും? നമ്മൾ ഒരു ക്ലോറിൻ വന്നപ്പം ഞാൻ നിങ്ങളെ നെയിം ചെയ്യാൻ പഠിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. എന്താ ഇങ്ങനെ വന്നപ്പോ ക്ലോറോ ബെൻസീൻ ആയിരുന്നു നെയിം ചെയ്യാൻ പഠിപ്പിച്ചത്. ആണോ അനഘേ ഉണ്ടോ? ആ, ഇത് ക്ലോറോ ബെൻസീൻ എന്നല്ലേ പഠിപ്പിച്ചേ? അങ്ങനെയാണെങ്കിൽ കേട്ടില്ല. ആണ്. 2 ക്ലോറിൻ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അവനെ എങ്ങനെ നെയിം ചെയ്യാൻ അറിയാമോ? അപ്പം നോക്കിയാൽ നമ്പർ ഇടണം. ഒന്നാമത്തെ ക്ലോറിന് ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ ക്ലോറിൻ, അതായത് ഒന്നാമത്തെ കാർബണിൽ ഒരു ക്ലോറിൻ, രണ്ടാമത്തെ കാർബണിൽ അടുത്ത ക്ലോറിൻ. അപ്പൊ ഇങ്ങനെ എഴുതണം 1 2 ഡൈക്ലോറോ ബെൻസീൻ. അടുത്ത 1-ലും 3-ലും വരുവാണെങ്കിൽ എന്താ എഴുതണം? ഒന്നാമത്തെ കാർബൺ ഇവിടെ ഒരു ക്ലോറിൻ വന്നു, ഇവിടെ ഒരു ക്ലോറിൻ വന്നു. അപ്പൊ 1 3 ഡൈക്ലോറോ ബെൻസീൻ.
അടുത്തത് 1ലും 4ലും വന്നാലോ ഇങ്ങനെ, അതായത് ഒരു ക്ലോറിൻ ഇവിടെയും ഒരു ക്ലോറിൻ ഇവിടെയും വരുമ്പോൾ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 ഇത് 1 2 3 ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് വരും? 1,4 ഡൈക്ലോറോ ബെൻസീൻ. ഇനി വേറൊരു കാര്യം കൂടെ ആലോചിച്ചോണം. ഇവര് വേറെ രീതിയിൽ ഇവർക്ക് നെയിം ചെയ്യാം. ഒരു ക്ലോറിൻ ഇവിടെ വന്നു, അതിന്റെ തൊട്ടടുത്ത കാർബണിലാണ് അടുത്ത ക്ലോറിൻ വന്നതെങ്കിൽ അവനെ 1 2 ഡൈക്ലോറോ ബെൻസീൻ എന്ന് പറയുന്നതിന് പകരം ഓർത്തോ ക്ലോറോ ബെൻസീൻ എന്നും പറയും. ഓർത്തോ ക്ലോറോ ബെൻസീൻ എന്നും പറയുന്നു. കാരണം ഈ ക്ലോറിനെ വെച്ച് നോക്കുമ്പോൾ ഈ ക്ലോറിൻ കിടക്കുന്നത് ഓർത്തോ പൊസിഷനിലാണ്. അതേപോലെ തന്നെ അടുത്തത് ഈ ക്ലോറിനെ വെച്ച് നോക്കുമ്പോൾ ഈ ക്ലോറിൻ കിടക്കുന്നത് ഈ ബെൻസീന്റെ മെറ്റാ പൊസിഷൻ എന്ന് പറയും. അപ്പൊ മെറ്റാ ക്ലോറോ ബെൻസീൻ എന്ന് ഇവര് വേറൊരു പേരുണ്ട്. അതേപോലെ തന്നെ 1ലും 4ലും കിടക്കുന്ന എന്താണ് ബ്രാഞ്ചസിനെ ആണെങ്കിൽ പാരാ ക്ലോറോ ബെൻസീൻ എന്നും പറയും. പാരാ ക്ലോറോ ബെൻസീൻ എന്നും പറയും. ഓക്കെ ആണല്ലോ. അടുത്തടുത്ത കാർബണെ ബെൻസീൻ റിംഗിൽ അടുത്തടുത്ത കാർബണെ കിടക്കുന്ന പൊസിഷൻ ഓർത്തോ. അതായത് ഇപ്പൊ ഒരു ബെൻസീൻ വരുവാണെങ്കിൽ ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളൂടെ വരുവാണെങ്കിൽ അത് ഓർത്തോ പൊസിഷനിലാണ്. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാൾ വരുവാണെങ്കിൽ അത് മെറ്റാ പൊസിഷനിലാണ്. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാൾ വരുവാണെങ്കിൽ ഇതിന്റെ പാരാ പൊസിഷനാണ് ഇത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് വേണമെങ്കിൽ ജനറലായിട്ട് ഇങ്ങനെ എഴുതിയിടാം. ഇപ്പം ഒരു ബെൻസീൻ റിംഗ് ഇവിടെ വന്നു, ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആരെങ്കിലും വന്നു. ഇപ്പം നമുക്കൊരു ഒരു എ എന്ന് കൊടുക്കാം. അപ്പൊ ആ എ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് പൊസിഷൻ അതിന്റെ ഓർത്തോ പൊസിഷനാണ്. ഓർത്തോ ഈ രണ്ട് പൊസിഷൻ അതിന്റെ മെറ്റാ പൊസിഷൻ എന്നാ പറയാ. മെറ്റാ ഈ പൊസിഷൻ എന്ന് പറയുമ്പോൾ പാരാ പൊസിഷൻ എന്നാ പറയാ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ക്ലിയർ ആക്കി പോകണം. ഓക്കെ, ഇതുവരെയുള്ള ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. അനഘ ഓക്കെ ആണോ? അനഘ, ജ്യോതിസ്, ക്രിസിൻ, ധനു, പാർവണ, പ്രവീൺ, ഓക്കെ. അതായത് ധനുവിനും പ്രവീണും അതേപോലെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കയറാത്തവർക്ക് ആ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിന്റേത് ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയാം, അത് നിങ്ങൾ പഠിച്ചിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്രിസിൻ ഓക്കെ ആണോ? ക്രിസിൻ എന്ന് പറഞ്ഞേ. അപ്പം ഇവിടെ നോക്കിക്കോളൂ. അടുത്ത ഇത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ബെൻസീൻ റിംഗിൽ കൊണ്ടുവന്ന് ഒന്ന് പിടിപ്പിച്ചാലോ. അതായത് ഒരു ബെൻസീൻ റിംഗ് ഇങ്ങനെ തന്നിരിക്കുകയാണ്, അടുത്ത കോമ്പൗണ്ട് ആണേ. അപ്പൊ അതിന്റെ ബെൻസീൻ റിംഗ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഡബിൾ ബോണ്ട് ഇട്ട് വരയ്ക്കാം, എങ്ങനെയാണ് വരയ്ക്കാം. ഇവിടെ ഒരു ക്ലോറിൻ വന്നു, ഇവിടെ ഒരു നൈട്രോ ഗ്രൂപ്പ് വന്നു, ഇവിടെ ഒരു നൈട്രോ ഗ്രൂപ്പ് വന്നു. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഒന്നാമത്തെ ഗ്രൂപ്പായിട്ട് ആരെ എടുക്കും? ഇവിടെ നിങ്ങൾ ലോവസ്റ്റ് ലോക്കൽ റൂൾ എന്ന് പറയുന്ന റൂൾ അപ്ലൈ ചെയ്യണം. എന്താണെന്നറിയാമോ? ഇവിടെ 1 2 3 നാലാമത്തെ പൊസിഷൻ. അപ്പൊ 1 + 2 + 4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 7 ആയിട്ടുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ ഇത് മാറ്റിയിട്ട് ഇങ്ങനെ നമ്പർ മാറ്റിയിട്ട് ഈ അറ്റത്തു നിന്ന് തുടങ്ങുക. അതായത് ഇതിനെ ഫസ്റ്റ് ഗ്രൂപ്പ് ആക്കുക. ഇത് 1 2 3 4th പൊസിഷനാണ്. ഇങ്ങനെ പൊസിഷൻ എണ്ണുമ്പോൾ 1 + 3 + 4 ആണ്. അപ്പൊ എത്ര വരും? 8 വരും. ഇതിനകത്ത് ഇതിനെ ലോവസ്റ്റ് ലോക്കൻഡ് റൂൾ എന്നാ പറയുന്നത്. ലോവസ്റ്റ് ലോക്കൻഡ് റൂൾ. അപ്പൊ ഇതിനകത്ത് കൂട്ടുമ്പോൾ ഏറ്റവും കുറവ് എവിടുന്ന് എണ്ണുമ്പോഴാണോ അവിടെ അവിടുന്ന് വേണം എണ്ണാൻ തുടങ്ങാൻ. അപ്പം ഈ കേസിൽ ഇതിനെ എവിടുന്ന് നമ്പർ ചെയ്യാൻ തുടങ്ങും? ഇവിടെ 1 2 3 4 5 6 ഇങ്ങനെയാണ് നമ്പർ ചെയ്യുന്നത്. അപ്പൊ ഇവന്റെ പേര് അപ്പൊ നമുക്കറിയാം,
നൈട്രോ ആണ്, അതായത് NO2 എന്ന് പറയുന്നത് നൈട്രോ ഗ്രൂപ്പാണ്. Cl എന്ന് പറയുമ്പോൾ ക്ലോറോ ആണ്. ആൽഫബറ്റിൽ C ആണ് മുമ്പില്, അപ്പം ക്ലോറിനാണ് ആദ്യം എഴുതുന്നത്. 1 ക്ലോറോ. 2 നൈട്രോ ഉണ്ട്, 2,2 ഡൈനൈട്രോ. അതെന്ന് എഴുതിയാൽ ബെൻസീൻ എന്ന് എഴുതിയാൽ ഏതാ? കേട്ടില്ല. പറയുന്നത് ക്ലിയർ. 1 ക്ലോറോ ഉണ്ടോ? 1 ക്ലോറോ ഉണ്ട് കേട്ടോ. 1 ക്ലോറോ ഉണ്ട്. ഇനിയും ഈ കോമ്പൗണ്ടിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ നെയിം ചെയ്യാം. ഇതിപ്പോ നമ്മള് ഓരോ ഇൻഡിവിജ്വൽ ഗ്രൂപ്പിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടല്ലേ നെയിം ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു സ്ട്രക്ചർ കൂടെ വരച്ചു. വരച്ചിട്ട് ഒരു ക്ലോറിൻ ഇവിടെ വരുന്നു, ഒരു NO2 ഇവിടെ വരുന്നു, ഒരു NO2 ഇവിടെ വരുന്നു. ലോവസ്റ്റ് ലോക്കിന്റെ റൂൾ വരുന്ന രീതിയിലാണ് ഇവിടെ നമ്പർ ചെയ്യേണ്ടത്. അപ്പം മറ്റേ പഴയ പോലെ തന്നെ 7 വരുന്ന രീതിയിൽ നമ്പർ ചെയ്യാം. ക്ലോറിൻ ഫസ്റ്റ് ആക്കുക. ഇവിടെ നമ്പർ ചെയ്യുന്ന ഇവിടെ നെയിം വേറെ രീതിയിൽ ചെയ്യാം. എന്താ അറിയോ? ഇതിനകത്തെ ഒരു ബ്രാഞ്ചിനെ ബെൻസീനോട് ചേർത്ത് കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഇവന്റെ പേരെന്താ? ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഇവനെ ക്ലോറോ ബെൻസീൻ എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇവനെ മെയിൻ ആയിട്ട് അങ്ങ് എടുക്കാം. നമ്മളിപ്പോ ഇതുവരെ ബെൻസീനെ മെയിൻ ആയിട്ട് എടുത്തിട്ട് ബാക്കി 3 ആൾക്കാരെയും ബ്രാഞ്ച് ആയിട്ട് എടുത്തിട്ടായിരുന്നു നമ്മൾ നെയിം ചെയ്തത്. എന്നാൽ ആ ബ്രാഞ്ച് ആയിട്ട് തന്നിരിക്കുന്നവരിൽ ഒരാളെ ബെൻസീനോട് ചേർത്തിട്ട് മെയിൻ ഗ്രൂപ്പ് ആക്കിയിട്ട് ബാക്കി 2 ആൾക്കാരെ ബ്രാഞ്ച് ആക്കിയിട്ടും ഇതിനെ നെയിം ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ശരിക്കും ഇപ്പൊ ഞാൻ ഈ വട്ടം ഇട്ടിരിക്കുന്നത് ക്ലോറോ ബെൻസീനാണ്. അപ്പൊ ആ ക്ലോറോ ബെൻസീനെ നമുക്ക് എന്താക്കാം? മെയിൻ ചെയിൻ ആക്കാം. ക്ലോറോ ബെൻസീനെ മെയിൻ ചെയിൻ ആക്കുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? നമുക്ക് ബാക്കി 2 ബ്രാഞ്ച്. അപ്പൊ എന്താ? 2,4 ഡൈനൈട്രോ ക്ലോറോ ബെൻസീൻ എന്ന് പേര് എഴുതാം. 2,4 ഡൈനൈട്രോ ക്ലോറോ ബെൻസീൻ. 2,4 ഡൈനൈട്രോ ക്ലോറോ ബെൻസീൻ. ഓക്കെ, അടുത്ത ഒരു കോമ്പൗണ്ട് കൂടെ തരാം. നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുന്നുണ്ട്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നോക്കിയോ, ഒരു ബെൻസീൻ റിംഗ് വന്നു. അതില് NO2 ക്ലോറിനും CH3 വന്നു. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ നെയിം ചെയ്യാം? അപ്പൊ ഇതിനെ എങ്ങനെ നെയിം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റത്തുള്ളവര് ഒരെണ്ണം ഇതുമാണ് അറ്റത്തുള്ളത്. അപ്പം അവിടുന്ന് 2 സൈഡിൽ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ ഏതിനാണോ ഏറ്റവും കുറവ് നമ്പർ കിട്ടുന്നത് അവിടുന്ന് നമ്പർ ചെയ്യാം, അല്ലെ ലോവസ്റ്റ് ലോക്ക് ആൻഡ് റൂൾ വെച്ചിട്ട്. അപ്പൊ ഇവിടുന്ന് 1, 2, 3, 4, 5, 6 ഇങ്ങനെ എണ്ണുവാണെങ്കിൽ എത്രാമത്തേലൊക്കെയാ ബ്രാഞ്ച് വരുന്നത്? 1 + 2 + 4. അപ്പൊ എത്രയാ? 4 + 2 6, 6 + 1 7. ഇനി തിരിച്ചൊന്ന് എണ്ണി നോക്കാം. തിരിച്ചൊന്ന് എണ്ണി നോക്കുമ്പോൾ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, 6. അപ്പം 1 + 3 + 4. അപ്പൊ 4 + 3 7 + 8 കണ്ടോ?
അപ്പം ആദ്യത്തെ നമ്പറിംഗ് രീതി തന്നെയാണ് ശരി, അത് നമുക്ക് സെലക്ട് ചെയ്യാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്കിങ്ങനെ 1 2 3 4 5 6 ഇതാണ് സെലക്ട് ചെയ്തത്. അപ്പൊ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബെൻസീനെ മെയിൻ ആളാക്കുവാണെങ്കിൽ നമുക്ക് അവസാനം ബെൻസീൻ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതായത് ഇവിടെ 3 ഗ്രൂപ്പാണ്, ഒന്ന് നൈട്രോ ഗ്രൂപ്പ്, ഒന്ന് ക്ലോറോ ഗ്രൂപ്പ്, ഒന്ന് മീത്തൈൽ ഗ്രൂപ്പ്. അപ്പം Cl എന്ന് പറയുന്നത് ക്ലോറോ, എന്താണ് CH3 എന്ന് പറയുന്നത് മീത്തൈലാണ്. അതേപോലെ തന്നെ NO2 എന്ന് പറയുന്നത് നൈട്രോ ഗ്രൂപ്പാണ്. ആൽഫബറ്റിൽ ആരായിരിക്കും ആദ്യം മുമ്പിൽ? സി ആയിരിക്കും മുമ്പിൽ. ശരിയല്ലേ? ഓക്കെ, പിന്നെ M ആണ് മുമ്പിൽ, പിന്നെ N ആണ് മുമ്പിൽ. അപ്പൊ ആ രീതിയിൽ തന്നെ എഴുതുക. അപ്പം രണ്ടാമത്തേല് ക്ലോറോ, 2 ക്ലോറോ. മീഥൈൽ നാലാമത്തേല് 4 മീഥൈൽ 1 നൈട്രോ 1 നൈട്രോ എന്ത് ചെയ്താൽ മതി? ബെൻസീൻ. ഇത്രേ ഉള്ളൂ കാര്യം. ഇനി ഞാൻ പറഞ്ഞു ഇവരെ ഏതെങ്കിലും ഒരാളെ ബെൻസീന്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നെയിം ചെയ്യാം. അങ്ങനെ നെയിം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു വേറെ രീതിയിൽ എന്ന് നോക്കിയോ, ഇത് തന്നെ വേറെ രീതിയിൽ നെയിം ചെയ്യുവാണെങ്കിൽ ഇവിടെ NO2, ഇവിടെ Cl, ഇവിടെ CH3. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു ബെൻസീൻ റിങ്ങിന്റെ കൂടെ CH3 ചേർത്ത് പറയുന്നതിന് നമ്മൾ മീഥൈൽ ബെൻസീനോ അല്ലെങ്കിൽ ടൊളുവിനോ പറയാം, ഇല്ലേ? അപ്പൊ നമുക്ക് നമ്പർ ചെയ്യുമ്പോഴത്തേക്കും എന്താ, നമ്പർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവനെ ഫസ്റ്റ് ആയിട്ട് എടുക്കണം. ഏതാ? അതായത് നമ്മൾ ആരെയാണോ മെയിൻ ആയിട്ട് എടുത്തത് അവനെ ഫസ്റ്റ് ആയിട്ട് എടുക്കണം. നോക്കി ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. കാരണം ഇവനെയാണ് നമ്മൾ ബ്രാഞ്ചിൽ ഉൾപ്പെടുത്തി പറയുന്നത്. അപ്പൊ ഇവന്റെ കാർബൺ തൊട്ട് എടുക്കണം. അപ്പൊ എന്താ? 3 ക്ലോറോ 4 നൈട്രോ ടൊളുവിൻ. ഇങ്ങനെയായിരിക്കും അവന്റെ പേര്. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് എടുക്കുമ്പോൾ എങ്ങനെ വേണേൽ എടുക്കാം. ഇപ്പൊ വേണമെങ്കിൽ നൈട്രോ ബെൻസീൻ ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഇതിനെ ഫസ്റ്റ് കാർബൺ ആയിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ എടുക്കുവാണെങ്കിൽ എന്താ 2 ക്ലോറോ 4 മീഥൈൽ നൈട്രോ ബെൻസീൻ അങ്ങനെ എടുക്കാം. അങ്ങനെ നെയിം ചെയ്യാം. പല രീതിയിൽ നെയിം ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിച്ചേ പോകാവൂ. അടുത്തൊരു ചോദ്യം നോക്കിക്കോളൂ. ബെൻസീൻ റിംഗ് വന്നു, എന്നിട്ട് CH2 OH ഇതിലൊരു ക്ലോറിൻ ഉണ്ടോ? ഇങ്ങനെ നെയിം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് ബെൻസീൻ റിങ്ങിന്റെ ബ്രാഞ്ചില്, അതായത് ബെൻസീൻ റിങ്ങിന്റെ ബ്രാഞ്ച് ആണല്ലോ ഇത് ഇത്രയും. ബെൻസീൻ റിങ്ങിന്റെ ബ്രാഞ്ച് വരുമ്പോൾ അതിനകത്ത്, അതായത് ഹൈഡ്രോ കാർബൺ ബ്രാഞ്ച് വരുമ്പോൾ അതിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിനെ അവസാനം എഴുതാൻ പറ്റത്തില്ല. ബെൻസീൻ റിങ്ങിനെ പിന്നെ ശരിക്കും ഇതിന്റെ ബ്രാഞ്ച് ആയിട്ടാണ് ബെൻസീൻ റിങ്ങിനെ ട്രീറ്റ് ചെയ്യുക. ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ശരിക്കും സാധാരണ ഇതുവരെ എങ്ങനെ എഴുതിയത്? ബെൻസീനെ അവസാനം എഴുതുമായിരുന്നു. അങ്ങനെ എഴുതത്തില്ല. ബെൻസീൻ റിങ്ങിന്റെ ബ്രാഞ്ച് ആയിട്ട് വരുന്നിടത്ത് ഒരു ഹൈഡ്രോ കാർബണിന്റെ കൂടെ ഏതെങ്കിലും മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരെ മെയിൻ ആയിട്ട് എടുത്തിട്ട് ഇവനെ ബ്രാഞ്ച് ആയിട്ട് വേണം എടുക്കാൻ. അപ്പൊ ബെൻസീനെ ബ്രാഞ്ച് ആയിട്ട് എടുക്കുമ്പോൾ ബെൻസീന്റെ പേര് മാറും, ഫീനൈൽ എന്ന് വരും. ഫീനൈൽ. അപ്പൊ നോക്കിക്കോണം, ഇപ്പൊ ഇവിടെ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ പ്രിഫറൻസ് OH-നാണ്. അപ്പൊ ഇവിടുന്ന് എണ്ണാൻ തുടങ്ങാം. 1 2 3 4. ഓക്കെ ആണല്ലോ? അതിൽ ക്ലോറിൻ മൂന്നാമത്തേലാണ്. അപ്പം ഈ ബെൻസീനെ ബ്രാഞ്ച് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അവനെ ഫീനൈൽ എന്നാണ് വിളിക്കുന്നത്.
phenyl. If benzene is branch, if benzene is treated as branch, it is named as phenyl. Okay, അങ്ങനെയാണെങ്കിൽ നാലാമത്തേൽ ഫീനൈൽ ബ്രാഞ്ച് ഉണ്ട്, അതുപോലെ മൂന്നാമത്തേൽ ആരുണ്ട്, ക്ലോറിനും ഉണ്ട്. പി ആണോ സി ആണോ മുമ്പിൽ വെച്ചാൽ സി ആണ്. അപ്പോൾ 3 ക്ലോറോ 4 ഫീനൈൽ പിന്നെന്താ 1 2 3 4 കാർബണുള്ള ആൽക്കഹോൾ OH ആണ്, ബ്യൂട്ടാനോൾ. ഇതൊക്കെ പഠിച്ചിരിക്കണം, വളരെ വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ബെൻസീൻ റിങ്ങിന്റെ ബ്രാഞ്ചിൽ ഒരു ഹൈഡ്രോ കാർബൺ വന്നിട്ട് അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ആ ഹൈഡ്രോ കാർബൺ ഇതിനെയാണ് മെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, ബെൻസീനെ ബ്രാഞ്ച് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ആ കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനെ നെയിം ചെയ്യുമ്പോൾ എങ്ങനെ നെയിം ചെയ്യും? അപ്പോൾ ആലോചിച്ചോണം, ഇവിടെ ഓൾറെഡി കാർബൺ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു CH2 ഉണ്ട്, ഇവിടെ ഒരു CH ഉണ്ട്, ഇവിടെ ഒരു CH ഉണ്ട്, ഇവിടെ ഒരു CH2 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. ഓൾറെഡി ഇതൊരു ഹൈഡ്രോ കാർബൺ ബ്രാഞ്ച് ആയി, അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നപ്പോൾ ഇതിനെ നിങ്ങൾ മെയിൻ ആയിട്ടും ഈ ബെൻസീനെ ബ്രാഞ്ച് ആയിട്ട് ട്രീറ്റ് ചെയ്യാവും. അപ്പം എണ്ണാൻ തുടങ്ങുമ്പോൾ ആർക്ക് ഇത് കൊടുക്കണം, പ്രിഫറൻസ് കൊടുക്കണം. ആ ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രിഫറൻസ് കൊടുക്കുന്ന രീതിയിൽ എണ്ണാൻ തുടങ്ങണം, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എണ്ണാൻ തുടങ്ങും? ഈ സൈഡിൽ നിന്ന് എണ്ണാൻ തുടങ്ങണം. ഈ സൈഡിൽ ബ്രോമിന് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6th കാർബൺ ആണ്, അല്ലേ? അപ്പം 6th കാർബൺ വേണ്ട, 5th കാർബണിൽ ബെൻസീൻ ആണ്, ശരിയല്ലേ? ഇത് ബെൻസീൻ ആണ് ഇങ്ങോട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതാം 3 4 ഡൈബ്രോമോ 5 ഫീനൈൽ 5 ഫീനൈൽ 1 2 3 4 5 പെൻഡെയ്ൻ ഇതായിരിക്കും. നിങ്ങളെ നമ്പർ ചെയ്യുന്നത് ഒരു വ്യത്യാസമുണ്ട്. ഒരു സെക്കൻഡ് എഴുതരുത്, നമ്പർ ചെയ്യുന്ന വ്യത്യാസമുണ്ട്. നമ്പർ ഈ സൈഡിൽ നിന്നല്ല ചെയ്യുന്നത്, പകരം ഈ സൈഡിൽ നിന്നാണ് ചെയ്യുന്നത്. കാരണം എന്താ അറിയോ, ഇത് 1 2 3 4 5 ഇവിടെ നിന്നുമ്പോൾ 1 2 3 വരുന്നത്, ഇവിടെ നിന്നുമ്പോൾ 2 ഫസ്റ്റ് ബ്രോമിൻ വരുന്നത്. അപ്പൊ ആ സൈഡിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും 2 3 ഡൈബ്രോമോ 1 ഫീനൈൽ പെൻഡീൻ. ഓക്കെ, അപ്പൊ നമ്മുടെ നെയിമിങ്ങിന്റെ എല്ലാം തീർന്നു. ഇനി നമുക്ക് ഇതിന്റെ ഒരു എന്താണ് ഒരു 2 പാർട്ടല്ല 3 പാർട്ട് കൂടെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു 2 ക്ലാസ് കൊണ്ട് തീർക്കാം. 2 ക്ലാസ് കൊണ്ട് ഈ ചാപ്റ്റർ തീർക്കാനായിട്ട് പറ്റും. അപ്പം ഒരു 2 ക്ലാസ് കൂടെ മതി എന്ന് തോന്നുന്നു. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ കുറെ സംഭവമാണ്. മീസോമെറിക് ഇഫക്റ്റ്, അതായത് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, അത് ഇച്ചിരി പാടാണ്. ഹോമോലിറ്റിക് ക്ലീവേജ്, ഹൈഡ്രോലിറ്റിക് ക്ലീവേജ്, അത് പാടാണ്. പിന്നെ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഡ്യൂമാസ് മെത്തേഡ്, അതേപോലെ തന്നെ ജെൽദാസ് മെത്തേഡ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പഠിക്കാനുണ്ട്. അത് ഇച്ചിരി പാടാണ്. ഇനി അങ്ങോട്ടേക്ക് പഠിക്കാനുള്ളത് കുറച്ചുകൂടെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് അടുത്ത വർഷങ്ങളിലേക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സാധനങ്ങളാണ് ഈ ക്ലീവേജ് ഒക്കെ. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇങ്ങനെ അങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണേ. അപ്പൊ ഈ